പുറത്ത് നല്ല കാറ്റും മഴയുണ്ട്. ഇന്നിവിടെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ദിവസമാണ്. എല്ലാവരും ഒരുമിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിക്കുട്ടൻ്റെ +2 റിസൾട്ട് വന്നു. അവൻ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് അവൻ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും വന്ന് ഓരോരുത്തർ ഇങ്ങനെ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ്. ഇത് നക്ഷത്രക്കുട്ടി, അവളുടെ കണ്ണ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് പരസ്പരം. പക്ഷെ അവർ അങ്ങോട്ട് ഫ്രണ്ട്സൊന്നും ആയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഏകദേശം ഒന്ന് പരിചയമായി വന്നിട്ടുണ്ട്. അതിനൊരു കുട്ടികളെ നല്ല ഇഷ്ടമാണ്. ഇത് ഋതുട്ടനാണ്. അവർ രണ്ടുപേരും കൂടെ കളിക്കുകയാണ്. അവൻ നല്ല കുട്ടിയാണ്. അവനങ്ങനെ അലമ്പിലേക്കൊന്നും പോയിട്ടില്ല. അവൻ നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഈ ഫുഡ് നമ്മൾ വാങ്ങിച്ച ഫുഡാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിക്കലും കഥ പറയലും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടെ പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാനായി ഇറങ്ങിയതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട്. നമ്മളിവിടെ വരുന്ന സമയത്ത് എപ്പോഴും പോകുന്നൊരു ഇടം കൂടെയാണ്. അപ്പോൾ അമ്പലപ്പറമ്പിലേക്ക് പോവാം. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരും ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് തന്നെയാണ് അമ്പലം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ്. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. നമ്മൾ കുട്ടിക്കാലത്ത് വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ്. ഇതാണ് അമ്പലം. ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോ വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഭഗവതി ക്ഷേത്രമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം കൂടെ ഉണ്ട്. ഈ മരത്തിൽ നിറച്ചും പനിച്ചിക്കായ നിൽക്കുന്നുണ്ട്. ഈ കായ നമ്മൾ കഴിക്കും, വെറുതെ ഇങ്ങനെ കഴിക്കും. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് പശയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ നമ്മുടെ വീട്ടിലുള്ള മുറം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓട്ടയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പശ എടുത്തിട്ട് കൂടെ എന്തൊക്കെയോ ചേർത്തിട്ട് അത് ഓട്ടയൊക്കെ അടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് അമ്പലക്കുളം. പണ്ട് ഈ അമ്പലക്കുളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ചുറ്റും മതിലൊക്കെ കെട്ടി കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്ങനെ വെള്ളമൊന്നും നിൽക്കുന്നില്ല. കുറച്ച് ഭാഗത്ത് മാത്രമേ വെള്ളം നിൽക്കുന്നുള്ളൂ. ഇനി ഇതങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് ഈ പാടത്ത് ഇങ്ങനെ മഴക്കാലം ആയാലേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ പുല്ലൊക്കെ മുളച്ച് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കുളപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കിത് അങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ വെള്ളം വരുമ്പോഴായിരിക്കും നമുക്ക് ഈ കാണുന്ന ഈ പുല്ല് ഉള്ള സ്ഥലങ്ങളിൽ മൊത്തത്തിൽ വെള്ളം ഉണ്ടാവും. ആദ്യമൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ള സ്ഥലം ഇതുപോലെ പുല്ല് മുളച്ച് നിൽക്കും. അവിടെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ വൈകുന്നേരങ്ങൾ ഇങ്ങനെ ഇവിടെയൊക്കെ വെറുതെ വന്നിരുന്ന് വർത്താനൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ പശു അതിനൊക്കെ മേയ്ക്കാനൊക്കെ ഇവിടെ വന്ന് കെട്ടാറുണ്ട് ആളുകൾ. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണിത്.
ഇത് അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന ആലാണ്. ഇത് വലിയൊരു ആലാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഈ തൂങ്ങിക്കിടക്കുന്നതിന് വേരെന്നല്ലേ നമ്മൾ പറയുക, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ആ വേരിൽ പിടിച്ച് തൂങ്ങി ആടാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ എൻ്റെ +2 വെക്കേഷൻ്റെ സമയത്താണ് ഞാൻ സ്കൂട്ടി പഠിച്ചത്. അത് ഞാൻ ഇവിടെ ഓടിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കെൻ്റെ മേമയാണ് സ്കൂട്ടി പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. വലിയൊരാലായത് കൊണ്ട് ഈ മരത്തിൽ നിറച്ചും കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുന്നുണ്ട്. നല്ല സൗണ്ടും ഉണ്ട്. ഞാനതൊക്കെ അദ്രുവിനെ കാണിച്ചു കൊടുക്കായിരുന്നു. അവനതൊക്കെ നല്ല നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ മകരച്ചൊവ്വ നടക്കുന്ന സമയത്ത് ഈ ആലിൻപറമ്പിലാണ് കച്ചവടക്കാരൊക്കെ ഉണ്ടാവാറ്. അപ്പം നമ്മളിവിടെ വരും, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. ആ സമയത്ത് നല്ല രസമാണ് ഇവിടെ കാണാൻ. രാത്രിയൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇവിടെ കുറേ നേരം ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ നവമിക്കുട്ടിക്ക് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ കുറേ നേരമായിട്ട് പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അവളിതാ ഡാൻസൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാട്ടൊന്നും ഇട്ടായോ, ഞാൻ ഒന്ന് കളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ്, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അവൾ. കുറേ നേരമായിട്ട് ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് അതങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല തോന്നുന്നു. വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്പുറത്ത് ചെറിയ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. അവർക്ക് ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടിക്കളിക്കാനൊന്നും നമ്മളെ വീട്ടിലങ്ങനെ പറ്റുന്നില്ലല്ലോ. ഇവിടേക്ക് ഇങ്ങനെ വന്നപ്പോൾ അവരങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ് അങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ കുറേ നേരം നിന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ. ഇവിടെ അമ്പലക്കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മില്ല് കാണാം. ആ മില്ലിലാണ് നമ്മൾ അരിയൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടി കൊടുക്കാറ്. അവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ റോഡ് വഴിയാണ് പോവാറ്. അപ്പം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വെറുതെ കുളത്തിലൊക്കെ നോക്കി അവിടെ ഇവിടെയൊക്കെ നിൽക്കും. ആ സമയത്ത് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ കുളത്തിൻ്റെ ഇക്കരെ നിന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം അത്രയും അടുത്താണ്, ഈ കുളത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. കുട്ടികൾ അവർ സ്വന്തം ഇഷ്ടത്തിന് നടക്കുകയാണ്, ഒരു പേടിയുമില്ല അവർക്ക്. അവന് ഋതുട്ടൻ ആലിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വെക്കേഷൻ സമയത്ത് ഇവിടെ വരുമ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് മാങ്ങ പെറുക്കാനാണ് പോവാറ്. ഒരു പറമ്പിൽ 3 മാവ് നിൽക്കുന്നുണ്ട്. ആ മാവിൽ ഇപ്പം മാവില്ല, ആ മാവിൽ അതൊക്കെ ഇപ്പോൾ വെട്ടിക്കളഞ്ഞു. ആ മാവിൽ നല്ലോണം മാങ്ങ ഉണ്ടാവുന്ന മാവാണ്. അപ്പോൾ നമ്മളത് രാവിലെ പോയിട്ട് അതൊക്കെ പെറുക്കും. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാവൽപ്പഴം ഉണ്ട്. ആ ഞാവൽപ്പഴം അതുപോലെ പെറുക്കിയിട്ട് ഞങ്ങൾ ഉപ്പൊക്കെ ചേർത്ത് വെയിലത്തൊക്കെ വെച്ച് കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ അവിടെ അയിനിക്കുരു പെറുക്കാൻ പോവും. അതുപോലെ തന്നെ പറങ്കിയണ്ടി, അടയ്ക്ക, ഇതൊക്കെ നമ്മൾ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഈ കാണുന്നത് പഞ്ഞിക്കായാണ്, പഞ്ഞിക്കായയുടെ മരമാണ്. അതിന് ഇനി വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ആ മരത്തിൽ നിങ്ങൾ നോക്കിയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ പഞ്ഞി ഇങ്ങനെ കായിൽ നിന്ന് പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ നിലത്തൊക്കെ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. സമയം ഒരുപാട് വൈകി, ഞങ്ങൾക്ക് തിരിച്ചു പോകണം. മഴ ഇപ്പോൾ പെയ്യും എന്ന രീതിക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.